2016 ഡിമോണിറ്റൈസേഷൻ വന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന വലിയ ഡിനോമിനേറ്റർ വരുന്നത് ഏതാണ്? 1000 റുപ്പീസും അതുപോലെ 500 റുപ്പീസുമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാത്രി പ്രൈം മിനിസ്റ്റർ പറയാണ്, വിതിൻ 1 അവർ നിങ്ങളുടെ കയ്യിലുള്ള ഈ എമൗണ്ട് എല്ലാം വെറും പേപ്പറിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ, അൺലെസ് നിങ്ങൾ അതിന് ബാങ്കിൽ വഴി നിങ്ങൾ ക്ലെയിം ചെയ്യണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരുന്ന ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള ആ നോട്ടുകൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ അത് അവരുടേതാണ് എന്ന് ഉറപ്പ് വരുത്താണ്. അപ്പോൾ അത്രയും കാലം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സാധാരണക്കാർ അവർ വളരെ ഡൗൺ ടൗൺ ആയിട്ടുള്ള വളരെ ലേമൻസും ഒക്കെ അവർക്ക് പെട്ടെന്ന് അതൊരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നി. ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹേർഡ് മെൻറ്റാലിറ്റി, ഹേർഡ് ബിഹേവിയർ വന്നു. ക്യൂ നിൽക്കലും വളരെ ബുദ്ധിമുട്ടി. ആ ഒരു പീരിയഡ് അത് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ അതുവരെ ഉണ്ടാവാതിരുന്ന കറൻസിനേക്കാളും ഇരട്ടിയായിട്ട് 2000-ൻ്റെ നോട്ട് കറൻസി ഇറക്കി. ബിക്കോസ് ഈ ഒരു കാര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോജിസ്റ്റിക്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് 2000 നോട്ട് വന്നു. അപ്പോൾ ഇതുവഴി കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ എക്കണോമി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എല്ലാവരെയും, കാരണം അതുവരെ ഈ ഇപ്പോൾ കൈക്കൂലി വാങ്ങിയ പൈസ അല്ലാന്നുണ്ടെങ്കിൽ നേരായ രീതിയിലല്ലാതെ വരുന്ന പൈസ, ഇതൊന്നും വളരെ അക്കൗണ്ടബിൾ ആയിരുന്നില്ല. ഇതൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ പേരിലേക്ക് ആക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് വരെ അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ യു പി ഐ പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു കടക്കാരൻ്റെ അല്ലെങ്കിൽ ഏതൊരു ചെറിയ കച്ചവടക്കാരൻ്റെ കയ്യിലും ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അവർക്ക് QR കോഡുണ്ട്. അതേപോലെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ലേഡീസിന് എല്ലാവരും സബ്സിഡിയും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നെല്ലാം സബ്സിഡി എല്ലാം അത് ഡയറക്റ്റ് കൊടുക്കാതെ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പിറകിലുള്ള മറ്റുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വർടൈസിങ് ആംഗിൾ കൂടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ആംഗിൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബ്രില്യൻറ്റ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്.